പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാർക്കും ഒരു മുഖവുരയും പരിചയപ്പെടുത്തലും വേണ്ടാത്തൊരാളാണ് ഇന്ന് നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, മുൻ MLA ശ്രീ PV അൻവറാണ്. നമുക്ക് സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ PV അൻവർ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു. ഇപ്പം അങ്ങ് കൂടി അസോസിയേറ്റ് അംഗമായിട്ടുള്ള ഒരു മുന്നണിയുടെ ഭരണമാണ്. സർക്കാർ അധികാരത്തിൽ വന്നു. ഇന്നിപ്പോഴത്തെ മൂന്നാമത്തെ ക്യാബിനറ്റ് നടക്കാൻ പോകുന്നു. എത്രയാണ് ശ്രീ PV അൻവർ പ്രതീക്ഷ? അല്ല, പരിപൂർണമായ പ്രതീക്ഷയിലാണല്ലോ. കേരളത്തിലെ 3.5 കോടി ജനം വലിയ പ്രതീക്ഷയിലാണല്ലോ ഈ ഗവൺമെൻറ്റിന് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൽ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇന്നിപ്പം ഈ ക്യാബിനറ്റ് ചേരുന്നുണ്ട്. അതിൽ ഈ KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര അടക്കം ചർച്ചയ്ക്ക് വരെ നിർണായകങ്ങളായ പല തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്ന് കരുതപ്പെടുന്ന ഒരു ക്യാബിനറ്റാണ്. UDF മുന്നോട്ട് വെച്ച ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ടതും സമൂഹം ഒരുപാട് ചർച്ച ചെയ്തതും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായ ഒന്നുകൂടിയാണ് ഈ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. നിശ്ചയമായും ഇപ്പം നിലവിലെ ഒരു സാഹചര്യത്തിൽ കോടികളുടെ നഷ്ടം സർക്കാരിന് ഈ പദ്ധതി വഴി ഉണ്ടാകും. ഇപ്പോൾ അടിക്കടി ഇന്ധനവില കൂടുകയും ചെയ്തു. ഇന്നും ഇപ്പോൾ കൂടി 2 രൂപയിലധികം ഇന്ധനവില. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഗ്യാരണ്ടിയെ അത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അങ്ങേക്കുണ്ടോ ശ്രീ PV അൻവർ? പിന്നെന്താ, നടപ്പിലാക്കണമല്ലോ. എൻ്റെ ആംഗിൾ അതിൽ വ്യത്യസ്തമായൊരു ആംഗിളാണ്. KSRTC എന്ന നഷ്ടത്തിലാണ് എന്നുള്ള വലിയ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് BPLൻ്റെ താഴെ ഉള്ള ജനങ്ങൾക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഒരു ഫ്രീ ട്രാൻസ്പോർട്ട് കൊടുക്കണമെന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. കാരണം KSRTC എന്ന് പറയുന്നത് ഒരു സർവീസാണ്. അതൊരിക്കലും ലാഭകരമാകണമെന്ന കാര്യത്തിൽ ഗവൺമെൻറ് വാശി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളൊക്കെ ഏതൊക്കെ തരത്തിലുള്ള നികുതികൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. കെട്ടിട നികുതി നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെ? നമ്മളെ വീടിന് പോലും നമ്മൾ വാങ്ങിയ ഭൂമിയിൽ നമ്മളുണ്ടാക്കിയ കെട്ടിടത്തിൽ കാലാകാലം എല്ലാ വർഷവും നമ്മൾ നികുതി കൊടുക്കുകയാണ്. ആ നികുതി കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ സർക്കാരിന് ഒരു ബാധ്യതയില്ല. നമ്മളെ ഭൂമി, നമ്മുടെ കെട്ടിടം നമ്മൾ പണിതത്. അങ്ങനെ എടുക്കുന്ന ഒരുപാട് ആംഗിളിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ടാക്സിൽ ഈ സർക്കാരിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ട് പോക്കിനും വേണ്ടിയിട്ടാണല്ലോ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ ടാക്സ് കൊടുക്കുന്നത്. ആ ടാക്സിൽ നിന്ന് ഒരു വിഹിതം ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യർ അവർക്ക് ഒരു യാത്രാ സഞ്ചാര സൗകര്യത്തിന് ഫ്രീ കൊടുക്കുന്നതിൽ എവിടെയാണ് തെറ്റ്? സർക്കാർ ആശുപത്രികൾ ഇതിൻ്റെ ഭാഗമായിട്ടല്ലേ നടക്കുന്നത്? പാവപ്പെട്ടവർക്ക് ചികിത്സ സൗജന്യമാക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത്? ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലെ നഷ്ടമായിട്ടല്ല അത് കണക്കാക്കേണ്ടത്. അത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സർവീസായിട്ട് ഗവൺമെൻറ് കണക്കാക്കിയാൽ അതിൻ്റെ ഈ നഷ്ടക്കണക്ക് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ആ കാര്യത്തിലുള്ള എൻ്റെ കാഴ്ചപ്പാട്. ശ്രീ PV അൻവർ, ഇപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ പല കാര്യങ്ങളിലും ഈ സർക്കാർ പുനരന്വേഷണം നടത്തുകയാണ്. പണ്ടത്തെ സർക്കാർ അടച്ച പല ഫയലുകളും ഈ സർക്കാർ അതിൻ്റെയൊക്കെ നാട അഴിക്കുകയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ നവകേരള യാത്രക്കിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച സംഭവം, മുൻ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച സംഭവം. അപ്പോൾ ഇതിൽ കേസ് ഡയറി തിരുത്താൻ ADGP MR അജിത് കുമാർ ഭീഷണിപ്പെടുത്തി എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അങ്ങ് ഇടതുമുന്നണി വിടാൻ കാരണമായതുപോലും ഈ MR അജിത് കുമാർ അടക്കം ചില ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ തുറന്നു കാട്ടിയിട്ടും പിണറായി സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ നിശ്ചയമായും അങ്ങക്ക് ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. എന്താണ് അങ്ങക്ക് തോന്നുന്നത്? അല്ല, തീർച്ചയായിട്ടും അതൊരു ഇപ്പോൾ ഈ 5 ഉദ്യോഗസ്ഥന്മാരുടെ ആരോപണമല്ല, അതൊരു വസ്തുതയാണ് എന്ന് തെളിയാൻ പോവുകയാണ്. ഞാൻ തുടക്കം മുതലേ പിണറായി ഗവൺമെൻറ്റിൻ്റെ 2ാം ഗവൺമെൻറ്റിൽ, ഞാൻ ആദ്യത്തെ വട്ടവും 2ാമത്തെ വട്ടവും ഞാൻ MLA ആണല്ലോ. ഞാൻ ഏകദേശം 8 വർഷം കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും. വലിയ രീതിയിൽ പോലീസിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ വൽക്കരണം നടക്കുന്നുണ്ട്, വർഗീയവൽക്കരണം നടക്കുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർ ഈ നാട്ടിലെ നൊട്ടോറിയസ് ക്രിമിനലുകളുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുന്നതിൽ പോലീസിൻ്റെ ഒരു വിഭാഗം ഈ കച്ചവടത്തിൻ്റെ ഭാഗമാണ്. കോഴിക്കോട് എയർപോർട്ടിലൂടെ നിരന്തരമായി സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഈ പറയുന്ന അജിത് കുമാർ, സുജിത് ദാസ് തുടങ്ങിയിട്ടുള്ള പോലീസ് ഓഫീസർമാരുടെ സാന്നിധ്യവും പങ്കുമുണ്ട്. ഇത് അന്വേഷിക്കണം. പൂരം കലക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തിന് അവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ഇവിടെ BJPക്ക് ഒരു സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള നിരവധിയായ ആരോപണങ്ങളാണ്
അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നൽകിയതും SIT രൂപീകരിച്ചതും. ആ അന്വേഷണങ്ങളൊന്നും സത്യസന്ധമല്ല എന്ന് കാണുമ്പോഴാണല്ലോ ഞാൻ പുറത്തേക്ക് രാജിവെച്ച് വരുന്നത്. ഒരു MLA എന്ന നിലക്ക് എന്തിനാണ് ഞാൻ രാജിവെച്ചത്? ഇതിൻ്റെ സീരിയസ്നെസ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞാൻ അകത്ത് നിന്ന് പറയുമ്പോൾ ജനങ്ങൾ പറയുമോ പുള്ളി അവിടെ തന്നെ ഇരുന്നിട്ട് പറയല്ലേ എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ നിന്ന് എൻ്റെ രാജി കേരളത്തിലെ ജനങ്ങളെ ഉണർത്താൻ വേണ്ടിയായിരുന്നു. ഇതേ വിഷയത്തിലാണ് അന്ന് ഞാൻ ഈ ADGPക്കെതിരെ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ്. ആ നൊട്ടോറിയസ് ക്രിമിനൽ മൈൻഡുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഈ ഒരു കേസല്ല പല കേസുകളും തിരുത്തിയിട്ടുണ്ട്. പല നിരപരാധികളെ അദ്ദേഹം ജയിലിൽ അടച്ചിട്ടുണ്ട്. പല അപരാധികൾക്കെയും അവരെ വെറുതെ വിടാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥർ, IPS ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, നിരവധി ആളുകളെ അദ്ദേഹം ഉപദ്രവിച്ചിട്ടുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ADGP വിജയനടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ അകാരണമായി സസ്പെൻഡ് ചെയ്ത് അദ്ദേഹം പുറത്തു നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കൊള്ളക്കും കൊള്ളരുതായ്മക്കും കൂട്ടുനിൽക്കുന്ന ആളുകളെ മാത്രം ഒരുമിച്ച് നിർത്തി പോകുന്നൊരു ഏർപ്പാടായിരുന്നു. അതിലൊന്ന് ADGP അജിത് കുമാർ, പിന്നെ അന്നത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്, പിന്നെ ഹരിശങ്കർ. ഈ 3 IPS ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഈ ശബരിമല കേസ് പോലും നിങ്ങൾ കാണാൻ പോകുന്ന പൂരം വിളിച്ചു പറയേണ്ട എന്ന് പറഞ്ഞതുപോലെ ശബരിമല എന്ന് കൃത്യമായി സത്യസന്ധമായ അന്വേഷണത്തിലേക്ക് കടക്കട്ടെ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവരൊക്കെ ഉണ്ടാകും. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗൂഢാലോചനകളുണ്ട്. ഇപ്പോൾ SIT ഈ കേസ് അന്വേഷിക്കുമ്പം എനിക്ക് ബഹുമാനപ്പെട്ട SITയോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കേസിൻ്റെ ഉറവിടം, ആലപ്പുഴ കേസിൻ്റെ ഉറവിടം അന്വേഷിക്കണം. ഇതൊരു പൊളിറ്റിക്കൽ കേസാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു വിഷയമായി ഉയർന്നു വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആലപ്പുഴ കേസിനെ അട്ടിമറിക്കാനുള്ള CDR തിരുത്താനുള്ള തീരുമാനം ഇവരെടുക്കുന്നത്. അത് അജിത് കുമാർ ഒറ്റയ്ക്ക് എടുക്കില്ലല്ലോ. പൊളിറ്റിക്കലായതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഈ കേസിൻ്റെ പിന്നിലുണ്ടാവും. അതുകൊണ്ട് SIT ആ ഒരു കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയുടെയും ADGP അജിത് കുമാറിൻ്റെയും ഫോൺ കോൾ റെക്കോർഡ്സ്, വോയിസ് അവർ പരിശോധിക്കണം. നമ്പർ പരിശോധിച്ചിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ലോ ആൻഡ് ഓർഡർ ADGPയെ വിളിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആ സമയത്തെ കോൾ റെക്കോർഡ്സ്, വോയിസ് പരിശോധിച്ചാൽ ഈ പറയുന്ന ആലപ്പുഴ സംഭവത്തിൻ്റെ കൃത്യമായ ഗൂഢാലോചന 120B സെക്ഷനിൽ ഇവർ പ്രതിയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിൽ പ്രതിയാകും. ആ ഒരു ലെവലിൽ ഇതിൻ്റെ ഉറവിടത്തിലേക്ക് കൂടി അന്വേഷണം നടത്തണം. അതല്ലാതെ ഈ പാവപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ADGP അജിത് കുമാർ പറയുന്നത് പോലെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അവരെ മാത്രം ശിക്ഷിച്ചാൽ പോരെ. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിൻ്റെ 120Bയിലേക്ക് കൂടി കിടക്കണമെന്നാണ് ഈ ആലപ്പുഴ കേസിലൊക്കെ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പിടിയിലായ സംഭവമാണ്. അവരെ പുറത്തിറക്കാൻ ഒരു ഗൂഢാലോചനയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലുണ്ട്, നമുക്കറിയില്ല. പക്ഷേ ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷേ ഈ ശബരിമല കേസിൽ എന്തിനാണ് സർക്കാർ ഇടപെടുന്നത്? കാരണം ഇപ്പം പത്മകുമാർ ഒഴികെ മറ്റാരും അതിൽ പ്രതികളായിരുന്ന ഒരാൾ, ഇപ്പോൾ എല്ലാ പ്രതികളും പുറത്തിറങ്ങി, മറ്റാർക്കും സർക്കാരുമായിട്ട് ഡയറക്റ്റ് ലിങ്കില്ല, സർക്കാരുമായിട്ട് ബന്ധമില്ല, ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരു ഗൂഢാലോചന നടത്തേണ്ട ആവശ്യം സർക്കാരിനുണ്ടായിരുന്നോ? ഞാനത് ചോദിക്കട്ടെ. ഇപ്പോൾ ശബരിമലയിൽ ഈ പറയുന്ന ഭക്തർ നൽകുന്ന സ്വർണ്ണ കോയിനുകളും ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന പൈസയും സ്വർണ്ണമൊക്കെ അതൊരു ഷർട്ടിൻ്റെ പോക്കറ്റിലോ സഞ്ചിയിലോ അല്ലെങ്കിൽ ഭക്ഷണ തൂക്കുപാത്രത്തിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും, യാതൊരു തർക്കവുമില്ല. പക്ഷേ അവിടെ ഫിക്സ് ചെയ്തിരുന്ന ജനലും വാതിലടക്കമുള്ള ഇത്രയും വലിയ 10-35 കിലോ സ്വർണം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വാതിൽ കുത്തിയിളക്കി കൊണ്ടുപോയി അത് ഉരുക്കി അതിൽ സ്വർണ്ണമെടുക്കാൻ ഈ പറയുന്ന ഒരു പോറ്റിയും ഒരു പത്മകുമാറിനും ധൈര്യം വരുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അവർക്കതിന് പ്രചോദനം നൽകിയ, അവർക്ക് സഹായം നൽകിയ. അതുകൊണ്ടാണല്ലോ ഇതുവരെ ഒരു റിക്കവറി ഇല്ലല്ലോ. ആരെങ്കിലും ജയിലിലുണ്ടോ? ഒരൊറ്റ ആളില്ലല്ലോ. എല്ലാവരും പുറത്തിറങ്ങി. സമർപ്പിക്കാത്തത് കൊണ്ട് അവരെല്ലാം സ്വാഭാവിക ജാമ്യം നേടി പോയതല്ലേ? പിന്നെ മാത്രമല്ല SITയെ നിയന്ത്രിച്ചിരുന്നത് ഹൈക്കോടതിയല്ലേ? അല്ല, ഹൈക്കോടതി തന്നെ എത്ര പ്രാവശ്യം വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി എന്താ പറഞ്ഞത്? ആ പീരീഡിലുള്ള അവർക്ക് എന്താ കുറ്റപത്രം കൊടുക്കാൻ കഴിയാതിരുന്നത്? ഇനിയിപ്പം സ്വാഭാവികമായിട്ടാണ് അവർ ഇറങ്ങിപ്പോയതെന്ന് നിങ്ങൾ പറയുന്നു, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ സ്വർണ്ണം എവിടെ? സ്വർണ്ണമില്ലല്ലോ.
439 ഗ്രാം സ്വർണ്ണമാണ് ഇതുവരെ റിക്കവർ ചെയ്തത്. എന്തന്വേഷണം SIT നടത്തുന്നത്? 34 കിലോ സ്വർണം എവിടെ പോയി? ആര് കൊണ്ടുപോയി? അതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. ഇനി എന്ത് കഥയാണ് SIT കോടതിയിൽ കൊടുക്കാൻ പോകുന്നത്? ഒരു കളവ് കേസാണ്. ഒരു കളവ് കേസിൽ എന്താ വേണ്ടത്? റിക്കവറിയാണ് വേണ്ടത്. പ്രതികൾ അറസ്റ്റ് ചെയ്തു, അവർക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി. ഓക്കെ, വി വിൽ അഗ്രി ഫോർ ദാറ്റ്. വേർ ഇസ് ദ മെറ്റീരിയൽ? അതുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ ഈ പറയുന്ന കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം, ഈ പറയുന്ന അജിത് കുമാർ, സുജിത് ദാസ്, ഹരിശങ്കർ, അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനാണ് ദേവസ്വത്തിൻ്റെ ഒരു മെമ്പർ, ജയിലിൽ പോയില്ലേ? എത്ര കാലം അദ്ദേഹത്തെ ജയിലിൽ കിടത്താതെ രക്ഷപ്പെടുത്താൻ വേണ്ടി SIT ഇടപെട്ടു. SIT ഇടപെട്ടിട്ട് എന്തായി? ഹൈക്കോടതി അത്രയും കർശനമായി പറഞ്ഞിട്ടല്ലേ അദ്ദേഹത്തെ ജയിലിലടച്ചത്? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതല്ലേ? ഈ സത്യാവസ്ഥയൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിനൊക്കെയാണ് ലക്ഷക്കണക്കിന് വോട്ട്. ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിൽ പോലീസ് എടുത്ത നിലപാട്, ഗവൺമെൻറ് എടുത്ത നിലപാട് ഈ രാജ്യത്തെ ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം വേദന ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് വേദന. നമ്മൾക്കൊക്കെ അതിൽ വിഷമമുണ്ട്, അങ്ങേയറ്റത്തെ പ്രയാസമുണ്ട്. ഇങ്ങനെ ആവാൻ പറ്റും ഒരു കേരളം? അപ്പം ഇതെല്ലാം കണ്ടെത്തേണ്ട വലിയ 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 ഉത്തരവാദിത്തങ്ങൾ ഈ ഗവൺമെന്റിന് മുന്നിൽ വരാൻ പോവുകയാണ്. ശ്രീ പി വി അൻവർ, അങ്ങ് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാതിപ്പെടാനോ നടപടി തുടങ്ങണമെന്ന് ആവശ്യപ്പെടാനോ നീക്കം നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ചെയ്യണ്ടേ. ഞാൻ നൽകിയ പരാതികളിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സത്യസന്ധമായ അന്വേഷണം നടന്നില്ലെന്ന് ഇതേ പിണറായി, ഇതേ അജിത് കുമാർ, ഇതേ സുജിത് ദാസ്, ഇതേ ഹരിശങ്കർ അവരുടെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇപ്പോൾ ആലപ്പുഴ കേസ് പോലെ എഴുതിയുണ്ടാക്കി അവർ റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്തത്, അജിത് കുമാറിനും സുജിത് ദാസിനും. അപ്പോൾ അതിലൊരു പുനരന്വേഷണം വരികയും സത്യം പുറത്തു വരികയും ചെയ്യണ്ടേ? സ്വാഭാവികമായിട്ടും ആ രീതിയിൽ നടപടികളിലേക്ക്, ലീഗൽ സ്റ്റെപ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ശരി, ശ്രീ പി വി അൻവർ, ഇനിയിപ്പം മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഈ ബേപ്പൂരിലെ അങ്ങക്ക് പരാജയം സംഭവിച്ചു. പക്ഷേ പരാജയപ്പെട്ടെങ്കിലും ഈ മുഹമ്മദ് റിയാസിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞു. അപ്പോൾ നിലവിലെ അങ്ങയുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പല്ലേ. ഞാൻ തിരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞു പോയ കാര്യം എന്താണ്? ഈ കേരളം നമ്മൾ ഭയപ്പെടുന്ന ഒറ്റ കാര്യം, ബേപ്പൂരിൽ എന്നെ ഭയപ്പെടുത്തുന്ന ഒറ്റ കാര്യമാണ് BJPക്ക് 26,800 വോട്ട് കഴിഞ്ഞ 2 ഇലക്ഷനിലുണ്ട്. ആ വോട്ടിൽ നിന്ന് ഒരു വലിയ ശതമാനം വോട്ട് BJP വോട്ട് അവർ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കവിടെ മത്സരത്തിൽ ത്രട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു. 1,65,000 വോട്ടാണ് 2021 അവിടെ പോൾ ചെയ്തത്. ഇപ്രാവശ്യം 22,000 വോട്ട് വർദ്ധിച്ചു. 1,87,000 വോട്ട് പോൾ ചെയ്തു. BJPക്ക് ആകെ 26,000-ൽ 30 വോട്ടാണ് വർദ്ധിച്ചത്. ഈ 22,000 വോട്ട് വർദ്ധിച്ചപ്പോൾ BJPയുടെ ഒരു 4,000 വോട്ടാണ് എന്നെ പരാജയപ്പെടുത്തുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് ജില്ലയിൽ BJPയുടെ നേതാവ് അമിത്ഷാ വന്ന് വോട്ട് അഭ്യർത്ഥിച്ച ഏക മണ്ഡലം ബേപ്പൂരാണ്. എന്നിട്ട് അവിടെ ഒരു വോട്ട് വർദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ BJPയുടെ വോട്ട് അങ്ങോട്ട് പോയി. ആ BJPയുടെ വോട്ട് കൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് എന്നെ പരാജയപ്പെടുത്തിയതെന്നുള്ള കണക്കുകളിൽ വ്യക്തമാണ്. ഓക്കെ, ശ്രീ പി വി അൻവർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോഴും അങ്ങ് UDFൻ്റെ അസോസിയേറ്റ് അംഗമാണ്. ഒരു പുതിയ പാർട്ടി പ്രഖ്യാപനമൊക്കെ അങ്ങ് നടത്താനുള്ള സാധ്യതയുണ്ടോ? പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ പല പാർട്ടികളും രാജ്യത്ത് ഉദയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോക്രോച്ച് പാർട്ടി അടക്കം ഒരു പുതിയ പാർട്ടി വരുന്നു. അത് യങ്സ്റ്റേഴ്സിലേക്കൊക്കെ ആളിപ്പടരുന്നു. മില്യൺസ് ഓഫ് ഫോളോവേഴ്സ്. അതായത് ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുന്ന രീതിയിൽ അതങ്ങ് ഒരു വൈറസ് കണക്കെ വ്യാപിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അങ്ങയുടെ ഒരു പുതിയ പാർട്ടി പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഞങ്ങളത് അണ്ടർ ഡിസ്കഷനിലാണ്. നമ്മൾ പല ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അതിലുമുള്ളൊരു തീരുമാനം ഉണ്ടാവും. ശരി, അപ്പം വളരെയധികം സന്തോഷം ശ്രീ പി വി അൻവർ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ഞങ്ങൾക്ക് ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു.